മാടായി സുൽത്താൻ കനാലിന്റെ പാർശ്വഭിത്തിയുടെ പുനർനിർമ്മാണ പ്രവൃത്തി വൈകിയതോടെ ഈ മഴക്കാലത്തും സമീപ പ്രദേശത്തുള്ളവർ ഭീതിയോടെ കഴിയണം. പ്രവൃത്തി ഏറ്റെടുക്കാൻ കരാറുകാർ ആരും തയ്യാറാവാതിരുന്നതിനാലാണ് വൈകിയതെന്നും നിലവിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പ്രവൃത്തി ആരംഭിക്കുമെന്നും വിജിൻ MLA പറഞ്ഞു. ജില്ലയുടെ സുയസ് കനാൽ എന്നറിയപ്പെടുന്ന മാടായി പഞ്ചായത്തിലെ സുൽത്താൻ കനാലിന്റെ സംരക്ഷണ ഭിത്തിയുടെ സ്ലാബുകൾ കാലപ്പഴക്കത്താൽ ഇടിഞ്ഞു വീഴുന്നത് പതിവായിരുന്നു. 2 വർഷങ്ങൾക്ക് മുൻപ് നവീകരണ പ്രവൃത്തി ആരംഭിച്ചിരുന്നെങ്കിലും കനത്ത മഴയിൽ പാർശ്വഭിത്തി കനാലിലേക്ക് ഇടിഞ്ഞു താഴ്ന്നിരുന്നു. മഴക്കാലത്ത് ഏറെ ഭീതിയോടെയാണ് സമീപവാസികൾ കഴിയുന്നത്. തകർന്ന പാർശ്വഭിത്തി പുനർനിർമ്മിക്കുന്നതിന് 5.8 കോടിയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു. ആദ്യഘട്ട പദ്ധതിക്ക് 1.78 കോടി രൂപയുടെ ടെൻഡറിന് മന്ത്രിസഭയുടെ അംഗീകാരവും ലഭിച്ചിരുന്നു. പാർശ്വഭിത്തിയുടെ പുനർനിർമ്മാണ പ്രവൃത്തി ഏറ്റെടുക്കാൻ കരാറുകാരും തയ്യാറാവാതിരുന്നതാണ് തിരിച്ചടിയായത്. നിലവിൽ ഒരു കരാറുകാരൻ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുണ്ട്. മറ്റ് സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പ്രവൃത്തി ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും വിജിൻ MLA പറഞ്ഞു. ഇപ്പോൾ പ്രാഥമികമായി നമ്മൾ 5.5 കോടി രൂപ കൊണ്ട് പൊട്ടിയ ഭാഗങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചത്. 5.5 കോടി പാസ്സായി. നിരവധി തവണ ടെൻഡറിലിട്ടപ്പോഴൊന്നും ഒരു കരാറുകാരനും അതെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ പല കരാറുകാരോടും നേരിട്ട് കണ്ട് തന്നെ സംസാരിച്ചപ്പോഴും അവരൊന്നും അതിലേക്ക് പ്രവൃത്തിക്ക് വരാൻ തയ്യാറായില്ല. പിന്നീടാണ് ഉദ്യോഗസ്ഥർ ഈ ടെൻഡർ നടപടിക്രമങ്ങളെ കുറച്ചുകൂടി ലഘൂകരിക്കുന്നതിന് വേണ്ടി ഈ 5.5 കോടിയെ സ്പ്ലിറ്റ് ചെയ്ത് 3 ടെൻഡറാക്കി മാറ്റുകയുണ്ടായി. അങ്ങനെ 3 ടെൻഡറാക്കി മാറ്റിയിട്ട് ചെയ്തിട്ടും ആദ്യഘട്ടങ്ങൾ ആരും എടുക്കാൻ തയ്യാറായില്ല. പിന്നീട് വലിയ തുക എബോവിലാണ് ഒരു കരാറുകാരൻ അതിൽ കോട്ട് ചെയ്തത്. അപ്പം അതിൽ സ്പെഷ്യൽ സാങ്ഷൻ വേണ്ടതുകൊണ്ട് 3 ഫേസായിട്ട് തീരുമാനിക്കുകയും അതിൽ ഒന്നാമത്തെ ഫേസിന് ഇപ്പോൾ ക്യാബിനറ്റിന്റെ അംഗീകാരം ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫേസിന്റെ കൂടി അംഗീകാരത്തിന് വേണ്ടി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ അംഗീകാരം കൂടി കിട്ടിയാൽ മാത്രമേ നമുക്കതിന്റെ പൂർണ്ണമായ പ്രവൃത്തി ആരംഭിക്കാൻ പറ്റൂ. മഴക്കാലത്ത് ഏറെ ഭീതിയോടെയാണ് പ്രദേശവാസികൾ ഇവിടെ കഴിയാറുള്ളത്. വർഷങ്ങളായുള്ള ഇവരുടെ ആവശ്യമാണ് പരിഹരിക്കപ്പെടാതെ നീണ്ടുപോകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഇവരുള്ളത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.